dear students, let's talk history. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ വേൾഡിന്റെ ടോപ്പിക്കുകൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എല്ലാവരും മറന്നുപോയൊരു ടോപ്പിക്കാണ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് അല്ലേ. ഈ കൊളോണിയലിസം ഇമ്പീരിയലിസം എന്നീ ടോപ്പിക്കുകൾ പല തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. കൊളോണിയലിസത്തിന്റെ എഫക്റ്റുകൾ, എന്താണ് ഈ കൊളോണിയലിസം എങ്ങനെയാണ് രാജ്യങ്ങളെ ബാധിച്ചത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പീരിയലിസം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇമ്പീരിയലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട്. ദെൻ കൊളോണിയലിസം സ്ക്രാമ്പിൾ ഓഫ് ആഫ്രിക്ക ബൈ യൂറോപ്യൻ പവേഴ്സ്, അത് ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഫാക്ടേഴ്സ് ലെഡ് ടു ആന്റി കൊളോണിയലിസം ഇൻ അറബ് വേൾഡ്, ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ പല തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം എന്താണ് എന്നൊന്ന് നോക്കാം. ഓക്കെ, ഈ ഏതൊക്കെ രാജ്യങ്ങളിലായിരുന്നു കൊളോണിയലിസം ഇമ്പീരിയലിസം ഉണ്ടായിരുന്നത്, ഈ ഇമ്പീരിയലിസത്തിന്റെ കോസസ് എങ്ങനെയാണ്, ഇമ്പീരിയലിസത്തിലേക്ക് നയിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, കൊളോണിയലിസത്തിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഓൺ ടൈമിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേഗം തന്നെ പഠിക്കാം. എല്ലാവരും നോട്ട്ബുക്കും പെന്നും ഒക്കെ എടുത്ത് വെക്കുക, ഷോർട്ട് നോട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, നാളെയാണ് നമുക്ക് എക്സാം എന്നുള്ളത് ആരും മറന്നു പോകരുത് കേട്ടോ. അത് ആ ഒരു സീരിയസ്നെസ്സോടെ തന്നെ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം എന്താണ് എന്നാണ്. എന്താണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്? എ പോളിസി ഓഫ് കോൺകറിങ് ആൻഡ് റൂളിങ് അതർ ലാൻഡ്സ്, മറ്റു പ്രദേശങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ കീഴടക്കി ഭരിക്കുന്ന ഒരു നയത്തിന് പറയുന്ന പേരാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. മറ്റ് പ്രദേശങ്ങളെയോ രാജ്യങ്ങളെയോ കീഴടക്കി ഒരു രാജ്യം ഭരിക്കുകയാണ്, അതിനെയാണ് ആ ഒരു നയത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ഇമ്പീരിയലിസം എന്നുകൊണ്ട് പറയുന്നത്. ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു നയം നമ്മുടെ മനുഷ്യകുലത്തിന്റെ തുടക്കം മുതൽ, ആ തുടക്ക ചരിത്രത്തിൽ മുതൽ ഈ ഒരു തരത്തിലുള്ള മറ്റുള്ളവരെ കീഴടക്കി ഭരിക്കുന്ന ഒരു നയം തുടങ്ങിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫ്രം 1870s, the industrial powers carried out an astonishing expansion, building up worldwide empires. എന്താണ് 1870 മുതൽ തന്നെ ഈ നമ്മുടെ ഈ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം എംപയേഴ്സ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ സാമ്രാജ്യങ്ങളുടെ വലിപ്പം കൂട്ടുവാൻ വേണ്ടിയിട്ട് ഈ ലോകശക്തികൾ അവരുടെ മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങൾ കെട്ടിപ്പടുക്കുവാൻ അല്ലെങ്കിൽ കീഴടക്കുവാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങിയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഇമ്പീരിയലിസത്തിലേക്ക് നയിച്ചത് എന്നാണ്. ഇതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സാം എഴുതുന്നവരുണ്ട്, അപ്പം അവർക്ക് വേണ്ടി കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ചുകൂടെ മലയാളത്തിലേക്ക് ഞാൻ പറയുന്നത്. മലയാളം വാക്കുകൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പം എന്തൊക്കെ കാരണങ്ങളാണ് ഈ സാമ്രാജ്യത്വത്തിലേക്കും കൊളോണിയലിസത്തിലേക്കും നയിക്കുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വിച്ച് മോട്ടീവ്സ് കോസ്റ്റ് ഇമ്പീരിയലിസം, ഇമ്പീരിയലിസത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ്? പല കാരണങ്ങളുണ്ട്, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. എക്കണോമിക് മോട്ടീവ്സ് ഉണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഉദ്ദേശങ്ങളുണ്ട്. പൊളിറ്റിക്കൽ കോസസ്, രാഷ്ട്രീയ കാരണങ്ങൾ. ജിയോ സ്ട്രാറ്റജിക് കോസസ് ഉണ്ട്, ഐഡിയോളജിക്കൽ കോസസ് ഉണ്ട്. ദെൻ അതർ ഫാക്ടേഴ്സ്, ഇതിലൊന്നും പെടാത്ത മറ്റു കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിലെ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്താണ്? എക്കണോമിക് മോട്ടീവ്സ്. എക്കണോമിക് മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തിക ഉദ്ദേശങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇൻഡസ്ട്രിയൽ നേഷൻസ് നീഡഡ് റോ മെറ്റീരിയൽസ്, നാച്ചുറൽ റിസോഴ്സ്. എന്താണ്? ഇൻഡസ്ട്രിയൽ നേഷൻസിന് അല്ലെങ്കിൽ വ്യാവസായിക രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ ശേഷം ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള പ്രൊഡക്ഷനൊക്കെ നടത്തുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസും നാച്ചുറൽ റിസോഴ്സസും വേണം. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അസംസ്കൃത വസ്തുക്കളും അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസും വേണം. അത് അവരുടെ രാജ്യങ്ങളിൽ ലഭ്യമല്ല. അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു? മറ്റ് രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാനും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുവാനും തുടങ്ങി. അതിനൊരു ഉദാഹരണമാണ് സെൻട്രൽ ആഫ്രിക്ക. അവിടെ നിന്ന് അവരെന്താണ്, അവിടുത്തെ റെയിൻ ഫോറസ്റ്റുകളിൽ നിന്നാണ് അവര് റബ്ബർ എക്സ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള റബ്ബർ അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റ്സ് ടു സെൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. അവരുടെ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ
പ്രൊഡക്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള ഒരു മാർക്കറ്റായി, ഒരു കമ്പോളമാക്കി മാറ്റി ഈ പറയുന്ന അവരുടെ കോളനികളെ അല്ലെങ്കിൽ ഈ അവർ പിടിച്ചടക്കുന്ന ഈ ഒരു പ്രദേശത്തെ അവരവരുടെ കോളനി, അവരവരുടെ മാർക്കറ്റാക്കി മാറ്റി, കമ്പോളമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. അതിന് വളരെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ. ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കമ്പോളമായിരുന്നു, അവരുടെ മാർക്കറ്റായിരുന്നു. അവരെന്താണ് ചെയ്തത്? ഇന്ത്യ സെൻഡ് റോ മെറ്റീരിയൽസ് ടു ഇംഗ്ലണ്ട്. ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അവരുടെ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടീഷിലേക്ക് കയറ്റുമതി ചെയ്തു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തു. നമ്മുടെ അനുവാദത്തോടെ അല്ലെങ്കിൽ നമ്മൾ സമ്മതിച്ചിട്ടൊന്നും അല്ല കയറ്റുമതി ചെയ്ത്, ആദ്യമൊക്കെ കൊടുത്തു വിട്ടു, പിന്നീട് അവർ നിർബന്ധിതമായിട്ട് കൊണ്ടുപോയി അല്ലേ. അത് നമ്മൾ ഇന്ത്യ നാഷൻ ഇൻ ദ മേക്കിംഗ് എന്ന ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ ഫുള്ളായിട്ട് പഠിച്ചതാണ്. ദെൻ പർച്ചേസ്ഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി എടുത്തിട്ടുള്ള കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അത് നമ്മൾ പർച്ചേസ് ചെയ്യുവാൻ നിർബന്ധിതരാവുകയായിരുന്നു ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയും ഇന്ത്യയിലേക്ക് അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇംഗ്ലണ്ട് ടേൺസ് റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ്? ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ റോ മെറ്റീരിയൽസും നാച്ചുറൽ റിസോഴ്സസും ഒക്കെ ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു? ഫിനിഷ്ഡ് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങി. അതിനൊരു ഉദാഹരണമാണ് നീലം അല്ലേ, അതുപോലെ തന്നെ കോട്ടൺ, ഇതൊക്കെയായിരുന്നു അവർ. അതുപോലെ തന്നെ സ്പൈസസ്, ഇതൊക്കെയായിരുന്നു ഇന്ത്യയിൽ നിന്ന് അവർ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ. അതിന് പകരമായിട്ട് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ക്ലോത്തുകൾ, ബ്രിട്ടൻ നിർമ്മിത ക്ലോത്തുകൾ, അതുപോലെ തന്നെ ആയുധങ്ങൾ, പലതരത്തിലുള്ള ഉപകരണങ്ങൾ, അങ്ങനെയൊക്കെ അവർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു അല്ലേ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഇംഗ്ലണ്ട് ടേൺസ് raw materials into finished goods, then sends finished goods into Indian markets for sale. അങ്ങനെ അവര് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു? ഇറക്കുമതി ചെയ്തു. അതിനൊരു മാർക്കറ്റായി കണക്കാക്കി. ദെൻ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ വിദേശ നിക്ഷേപങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. ഈ പറയുന്ന നമ്മുടെ സാമ്രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ കോളനികളിലേക്ക് എന്ത് ചെയ്തു? വിദേശ നിക്ഷേപങ്ങൾ കൂടി. എങ്ങനെയാണ് വിദേശ നിക്ഷേപങ്ങൾ കൂടിയത്? റെയിൽവേയും തുറമുഖങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്തു അല്ലേ. നമ്മൾ പഠിച്ചതാണ്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ എന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ റെയിൽവേയും അതുപോലെ തന്നെ പല പോർട്ടുകളും ഒക്കെ നിർമ്മിച്ചത്. തുറമുഖങ്ങളൊക്കെ ആരംഭിച്ചു, റെയിൽവേ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എക്കണോമിക് മോട്ടീവ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി എന്താണ് നോക്കുന്നത്? നെക്സ്റ്റ് നമുക്ക് നോക്കുവാനുള്ളത് പൊളിറ്റിക്കൽ കോസസ് ആണ്. സാമ്രാജ്യത്വത്തിന് കാരണമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നാഷണൽ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ. നാഷണൽ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദേശീയ അന്തസ്സ് എന്നൊക്കെ മലയാളത്തിൽ പറയും. എന്താണ് നാഷണൽ പ്രസ്റ്റീജ്? ടു ബി ദ ബെസ്റ്റ് ആൻഡ് ഹാവ് ദ ബിഗ്ഗസ്റ്റ് എംപയർ. എന്താണ്? സാമ്രാജ്യത്വങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലുതായിരിക്കുക, അതുപോലെ തന്നെ ഞങ്ങളായിരിക്കണം ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറി. എന്ത്? ഈ സാമ്രാജ്യത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്. ദെൻ ഡിഫറെന്റ് നാഷണൽ റീസൺസ്. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ റീസൺസ് ഉണ്ടായിരുന്നു. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 1870 അവർ നേരിട്ടിട്ടുള്ളൊരു തോൽവിയുണ്ട്. അതായിരുന്നു അവരുടെ പ്രശ്നം. അതിനൊരു പ്രതിവിധിയായിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ സാമ്രാജ്യത്വം വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചത്. ദെൻ ജർമ്മനി ആൻഡ് ഇറ്റലി ടു ബിക്കം ഗ്രേറ്റർ പവേഴ്സ്. എന്താണ്? ജർമ്മനിയും ബ്രിട്ടനും അവരുടെ സാമ്രാജ്യം ഏറ്റവും വലിയ സാമ്രാജ്യമാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ദെൻ ന്യൂ റൈവാൽറീസ്. എന്താണ് ന്യൂ റൈവാൽറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ മത്സരങ്ങൾ വന്നു. പുതിയ സാമ്രാജ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ മത്സരങ്ങൾ വന്നു. GB വേഴ്സസ് ജർമ്മനി. എന്താണ്? ഗ്രേറ്റ് ബ്രിട്ടൻ വേഴ്സസ് ജർമ്മനി. ഗ്രേറ്റ് ബ്രിട്ടനും ജർമ്മനിയും തമ്മിലും, ഗ്രേറ്റ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലും, അതുപോലെ തന്നെ US തമ്മിലും എന്താണ് പുതിയ ഈ പറയുന്ന സാമ്രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ദിസ് റൈവാലറി വാസ് എ കീ ഫാക്ടർ ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് വേൾഡ് വാസ് ഔട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പറയുന്ന
കാരണങ്ങളാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പൊട്ടിത്തെറിക്ക് കാരണമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു കാരണങ്ങളിൽ ഒന്നാണ് എന്ത്, സാമ്രാജ്യത്വവൽക്കരണത്തിന് വേണ്ടിയിട്ട്, സാമ്രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ മത്സരങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കുവാനുള്ളതാണ് ജിയോ സ്ട്രാറ്റജിക് കോസസ് എന്ന് പറയുന്നത്. ജിയോ സ്ട്രാറ്റജിക് കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറയുക അതിന്, നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ എന്നൊക്കെ പറയും. ജിയോ സ്ട്രാറ്റജിക് കോസസ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയും. ഗ്രേറ്റ് ബ്രിട്ടൻ ഫോർട്ട് ഫോർ കൺട്രോളിംഗ് ദ സീസ് ബൈ അക്വയറിംഗ് സ്ട്രാറ്റജിക് എൻക്ലേവ്സ്. എന്താണ് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ എന്താണ് തന്ത്രപരമായിട്ട് എൻക്ലേവുകൾ സ്വന്തമാക്കി സമുദ്രങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് പോരാടിയെന്നാണ് പറയുന്നത്. അതായത് ഈ എൻക്ലേവുകളൊക്കെ ഇത് ജിബ്രാൾട്ടർ, മാൾട്ട, സൈപ്രസ് എന്നീ പറയുന്ന ഈ സീസ് ഒക്കെ എന്ത് ചെയ്തു, അവര് കൈക്കലാക്കി വെക്കുക. ആര്, ഗ്രേറ്റ് ബ്രിട്ടൻ കൈക്കലാക്കി വെച്ചു. ഇനി നമുക്ക് നോക്കുവാനുള്ളത് എന്താണ്, ഇതിന്റെ അണ്ടറിൽ വരുന്നതല്ല, ജിയോ സ്ട്രാറ്റജിക് കോസസ് കഴിഞ്ഞിട്ടുള്ള അടുത്തതാണ് അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മറ്റു ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു സാമ്രാജ്യത്വത്തിന് കാരണമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ മറ്റു ഘടകങ്ങൾ, അതിന് ഉൾപ്പെട്ടിട്ടുള്ള മറ്റു ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി, എന്താണ് സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ വ്യത്യസ്തപ്പെട്ടിരുന്നു ഓരോ സാമ്രാജ്യങ്ങളും. അവരവരുടെ ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയിൽ ഡിഫറെൻ്റ് ആയിരുന്നു. ദെൻ സ്റ്റീം എൻജിൻ ആൻഡ് റെയിൽ റോഡ്സ് അലൗഡ് ഈസിയർ ട്രാവൽ. എന്താണ് ഈ സാമ്രാജ്യങ്ങൾക്ക് തങ്ങളുടെ പുതിയ സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കുവാനും കെട്ടിപ്പടുക്കുവാനും വേണ്ടിയിട്ട് എന്താണ് സ്റ്റീം എൻജിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ റെയിൽ റോഡുകൾ, റെയിൽ ഗതാഗതങ്ങളുടെ ഉപയോഗവും അവർക്ക് അവരുടെ യാത്ര എളുപ്പമാക്കുവാൻ സാധിച്ചു. ദെൻ യൂണിയൻ ടു പ്രൊട്ടക്ട് യൂറോപ്യൻസ് ഫ്രം മലേറിയയിൽ നിന്ന് യൂറോപ്യന്മാരെ സംരക്ഷിക്കുവാൻ ക്യൂനൈൻ ഉണ്ടായിരുന്നു. ദെൻ African and Asian diversity made it easy to encourage rivalries between different groups. എന്താണ് ആഫ്രിക്ക, ഏഷ്യൻ എന്നീ രാജ്യങ്ങൾ അല്ലെങ്കിൽ എന്നീ വൻകരകളുടെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ തമ്മിൽ മത്സരങ്ങൾക്ക് ഇടയാക്കി, അല്ലെങ്കിൽ തമ്മിൽ ഈ ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏഷ്യയ്ക്ക് വേണ്ടിയിട്ടും ഇതിനെ കൈയടക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൈക്കലാക്കുവാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത സാമ്രാജ്യങ്ങൾ മത്സരിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ഐഡിയോളജിക്കൽ കോസസ്. ഐഡിയോളജിക്കൽ കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ എന്നൊക്കെ പറയും. എന്താണ് യൂറോപ്യൻ മേധാവിത്വത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ യൂറോപ്യന്മാരുടെ ഒരു സുപ്പീരിയോറിറ്റിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യൂറോപ്യന്മാർ എന്താണ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നവരാണ്, ഡെവലപ്മെന്റ് ആണ് അവരുടെ മെയിൻ എയിം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. ദെൻ റേസിസം, സോഷ്യൽ ഡ്രാവിനിസം, കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ നേഷൻസ് ആൻഡ് റേസസ് ലീഡ്സ് ടു സോഷ്യൽ പ്രോഗ്രസ് ആസ് സുപ്പീരിയർ റേസസ് ഔട്ട് കമ്പീറ്റ് ഇൻഫീരിയർ വൺസ്. എന്താണ് റേസസ് സോഷ്യൽ പ്രോഗ്രസിന്റെ ഭാഗമായിട്ട് ഈ റേസുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ വരും. അപ്പം സുപ്പീരിയർ റേസുകൾ അല്ലെങ്കിൽ ഉന്നത വംശത്തിലുള്ളവര് എന്താണ് ഇൻഫീരിയർ വൺസ് അല്ലെങ്കിൽ താഴ്ന്ന വംശത്തിലുള്ളവരെ എന്താണ് ഈ സോഷ്യൽ പ്രോഗ്രസിന്റെ ഭാഗമായിട്ട് അവരെ വിജയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വെസ്റ്റേൺ സിവിലൈസേഷൻ അണ്ടർടുക്ക് ദ മിഷൻ ഓഫ് സിവിലൈസിങ് ദ വേൾഡ്. എന്താണ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ത് ചെയ്തു, ലോകത്തെ സിവിലൈസ് ചെയ്യുക എന്നുള്ളൊരു വിഷനുമായിട്ടാണ് അല്ലെങ്കിൽ മിഷനുമായിട്ടാണ് ഇറങ്ങി തിരിച്ചത് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞിരുന്നത്. അത് ആരുടെ വാക്കാണ്, വൈറ്റ് മാൻ ബേർഡൻ എന്നൊരു ബുക്കിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വൈറ്റ് മാൻ ബേർഡൻ. അത് റൂഡിയാർഡ് കിപ്ലിങ്സിന്റെ വാക്കുകളാണ്. ഈ വൈറ്റ് മാൻ ബേർഡൻ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് വൈറ്റ് മാൻ ബേർഡൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കണം. ദെൻ അടുത്തതാണ് സ്പ്രെഡിങ് ക്രിസ്ത്യൻ മിഷനറി അല്ലെങ്കിൽ ക്രിസ്ത്യനിസം. എന്താണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതം പ്രചരിപ്പിക്കുവാനും ഇവർ ശ്രമിച്ചിരുന്നു. യൂറോപ്യൻസ് ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ നിന്ന് ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അടുത്തത് നമുക്ക് നോക്കുവാനുള്ളത് എന്താണ്, ദ ഗ്രേറ്റ് കൊളോണിയൽ എംപയേഴ്സ്. ഇനി പ്രധാനപ്പെട്ട കൊളോണിയൽ സാമ്രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. From the 18th century, the greatest European naval power after the Industrial Revolution in the mid-80s, Britain was the most powerful nation in the world. എന്താണ്
18ാം നൂറ്റാണ്ട് മുതൽ ഏറ്റവും വലിയ യൂറോപ്യൻ നാവിക ശക്തിയായിട്ട് തുടർന്നു പോരുകയും 1800 പകുതിയോടെ എത്തിയപ്പോൾ എന്താണ് ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ശക്തമായ രാഷ്ട്രമായി ബ്രിട്ടൻ മാറി. ബ്രിട്ടൻ ആയിരുന്നു എന്ത് ഏറ്റവും വലിയ കൊളോണിയൽ പവർ എന്ന് പറഞ്ഞിരുന്നത്. ഇറ്റ്സ് ഫാക്ടറീസ് പ്രൊഡ്യൂസ്ഡ് മോർ ഗുഡ്സ് ആൻഡ് ദോസ് ഓഫ് എനി അതർ കൺട്രീസ്. മറ്റേത് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് എവിടെയായിരുന്നു? ബ്രിട്ടീഷിന്റെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഫാക്ടറികളിലായിരുന്നു. The British Navy guarded the oceans so that those goods could be shipped safely to ports around the globe. എന്താണ് ബ്രിട്ടീഷ് നേവി എന്ത് ചെയ്തു? ഓഷൻസ് അല്ലെങ്കിൽ പോർട്ടുകൾ കൺട്രോൾ ചെയ്യുകയും അതിനെ സുരക്ഷിതത്വം ഏറ്റെടുക്കുകയും ചെയ്തു. എങ്കിൽ മാത്രമേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തത്? ലോകത്തിലെമ്പാടേക്ക് അവരുടെ ഗുഡ്സ് സേഫ് ആയിട്ട് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓഷൻസിന് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരുന്നത്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം. എന്താണ് ഇമ്പീരിയലിസം, എന്താണ് കൊളോണിയലിസം? ഇമ്പീരിയലിസം സാമ്രാജ്യത്വം, കൊളോണിയലിസം മറ്റു രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണ് വ്യാപിച്ചതെന്നാണ് നോക്കുന്നത്. അതർ കൺട്രീസ് ഫോളോഡ് ബ്രിട്ടൻസ് ലീഡ് ആൻഡ് കെയിം ടു സീ കോളനീസ് ആസ് നെസസറി ഫോർ ദെയർ എക്കണോമിക് വെൽബീയിങ്. എന്താണ് മറ്റ് രാജ്യങ്ങൾ, അതായത് ബ്രിട്ടൻ ഒഴികെ മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഈ ബ്രിട്ടന്റെ പാത പിന്തുടരാൻ തുടങ്ങി. അതായത് കോളനിവൽക്കരണത്തിന് ബ്രിട്ടൻ സ്വീകരിച്ചിട്ടുള്ള നടപടികളൊക്കെ പിന്തുടർന്ന് അവരുടെ സാമ്പത്തിക ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കോളനികളെ കാണുവാനും അതിനെ പിടിച്ചെടുക്കുവാനും ഒക്കെ ശ്രമിച്ചു. Then the French and Dutch expanded their holdings, and by 90s France had an empire second in size only to Britain. എന്താണ് ഫ്രാൻസും ഡച്ചും അവരുടെ ഹോൾഡിങ്സ് അല്ലെങ്കിൽ കോളനികൾ വ്യാപിപ്പിക്കുവാൻ തുടങ്ങി. 1900 എത്തിയപ്പോഴേക്കും, അതായത് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യമായപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഫ്രാൻസ് ബ്രിട്ടന്റെ പകുതിയോളം അല്ലെങ്കിൽ ബ്രിട്ടന് തൊട്ടുപുറകിലായിട്ട് എംപയർ കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ അറ്റംപ്റ്റഡ് ടു ബിൽഡ് ന്യൂ എംപയേഴ്സ് ഇൻ ആഫ്രിക്ക. എന്താണ് സ്പെയിനും അതുപോലെ തന്നെ പോർച്ചുഗലും ആഫ്രിക്കയിൽ പുതിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ശ്രമിച്ചു തുടങ്ങി. സ്പെയിനും പോർച്ചുഗലും എവിടെ? ആഫ്രിക്കയിൽ പുതിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ റഷ്യ എക്സ്പാൻഡഡ് ഇൻ ടു ദ കോക്കസസ്, സെൻട്രൽ ഏഷ്യ ആൻഡ് സിബീരിയ. എന്താണ് സൈബീരിയ? റഷ്യ, കോക്കസസ്, മധ്യേഷ്യ, സൈബീരിയ എന്നിവിടങ്ങളിലേക്ക് എന്ത് വ്യാപിച്ചു? റഷ്യയുടെ ഈ ഒരു സാമ്രാജ്യം വ്യാപിച്ചു തുടങ്ങി. കൺട്രീസ് ദാറ്റ് ഹാഡ് നോ കോളനീസ് സെറ്റ് ഔട്ട് ടു അക്വയർ ദം. എന്താണ് കോളനികൾ ഇല്ലാത്ത രാജ്യങ്ങൾ അവ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. Then Germany, Italy and Belgium all took over lands in Africa. എന്താണ് ജർമ്മനിയും ഇറ്റലിയും ബെൽജിയവും എന്ത് ചെയ്തു? ആഫ്രിക്കയിലെ എല്ലാ പ്രദേശങ്ങളും ഭൂമികളും പിടിച്ചെടുക്കുവാൻ തുടങ്ങി. ജർമ്മനി ഓൾസോ ടേക്കിംഗ് ഇൻ ഇൻട്രസ്റ്റ് ഇൻ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ദ പസഫിക് ഐസ്ലാൻഡ്. എന്താണ് ജർമ്മനിക്ക് നമ്മുടെ ഈസ്റ്റ് ഏഷ്യയിലും പസഫിക് ഐസ്ലാൻഡിലും അല്ലെങ്കിൽ പസഫിക് ദ്വീപിലും എന്താണ് പിടിച്ചെടുക്കുവാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു. ലാൻഡിൽ ഒരു കണ്ണുണ്ടായിരുന്നു പറയുന്നത്. Then two non-European countries, the United States and Japan, also become involved in overseas expansion during this period. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ യൂറോപ്യൻസ് അല്ലാത്ത രണ്ട് രാജ്യങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ജപ്പാനും, USA അല്ലെങ്കിൽ അമേരിക്കയും ജപ്പാനും എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ സാമ്രാജ്യത്വം വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ബോത്ത് US ആൻഡ് ജപ്പാൻ വെയർ ഇൻട്രസ്റ്റഡ് ഇൻ ഈസ്റ്റ് ഏഷ്യ. US-നും നമ്മുടെ ജപ്പാനും എന്താണ് ഈസ്റ്റ് ഏഷ്യയിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു. ജപ്പാൻ ടുക്ക് കൊറിയ ആൻഡ് തായ്വാൻ. ജപ്പാൻ എന്ത് ചെയ്തു? കൊറിയയും തായ്വാനെയും പിടിച്ചെടുത്തു. The US took Philippines in Asia and Puerto Rico in the Caribbean after US Spanish War. എന്താണ് US സ്പാനിഷ് യുദ്ധത്തിന് ശേഷം ഏഷ്യയിലെ ഫിലിപ്പീൻസും അതുപോലെ തന്നെ കരീബിയൻ പ്രദേശമായ പ്യൂർട്ടോറിക്കോയും US എന്ത് ചെയ്തു? പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇതുവരെ ഏഷ്യ വരെ എത്തിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ അതിനുശേഷം എവിടേക്കാണ് പോയത് എന്നാണ് നോക്കുന്നത്. ദ കാവ് ഓഫ്
കാവ് അപ്പ് ഓഫ് ആഫ്രിക്ക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയുടെ കൊത്തുപണി എന്നാണ് പറയാം. ഇൻ 1870 ദ ആഫ്രിക്കൻ ഇൻലാൻഡ് വാസ് ഓൾമോസ്റ്റ് അൺനോൺ. 1870 എന്താണ് ആഫ്രിക്കൻ ഉൾനാടുകളെ കുറിച്ച് ഒരു ആർക്കും വലിയ പരിചയമൊന്നുമില്ല, ഒരു അജ്ഞാതമായിരുന്നു എന്നാണ് പറയുന്നത്. വെൻ യൂറോപ്യൻ സ്റ്റാർട്ടഡ് ദെയർ എക്സ്പാൻഷൻ ഇൻ ദ കോണ്ടിനെന്റ് an agreement was needed to set the basis of the conquest and colonization of Africa. എന്താണ് യൂറോപ്യൻസ് അവരുടെ എക്സ്പാൻഷൻ ഈ നമ്മുടെ ആഫ്രിക്കയിൽ തുടങ്ങിയപ്പം അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യത്തെ വിപുലീകരിക്കാൻ ആഫ്രിക്കയിൽ ആരംഭിച്ച സമയത്ത് അവർ കുറച്ച് എഗ്രിമെന്റുകൾ ആവശ്യമാണ് എന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഇതിന് എക്സ്പാൻഷൻ അടിത്തറയിടുവാൻ വേണ്ടിയിട്ട് എന്താണ് കുറച്ച് എഗ്രിമെന്റ് ആവശ്യമാണ് എന്ന് അവർക്ക് മനസ്സിലായി. Then Berlin Conference 1885 the colonial powers reached different agreements to organize the carve-up of Africa. എന്താണ് കൊളോണിയൽ ശക്തികൾ ആഫ്രിക്കയെ വിഭജിക്കാൻ വിവിധ കരാറുകളിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് കാർവ് ഓഫ് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയെ വെട്ടിമുറിക്കുക എന്നൊക്കെ വേണം പറയുവാൻ. ഓക്കെ, ദെൻ അടുത്തത് നോക്കുവാണെങ്കിൽ the scramble for Africa, also known as the race for Africa or partition of Africa. ഈ scramble for Africa എന്നതിനെ race for Africa എന്നും partition of Africa എന്നും ഒക്കെയാണ് പറയുന്നത്. ആഫ്രിക്കയുടെ വിഭജനത്തിനെയാണ് ഈ പറയുന്നത്. ഓക്കെ, was a process of invasion, occupation, colonization and annexation of African territory by European powers between 1881 and 1914. 1881 1914 ഇടയിൽ യൂറോപ്യൻ ശക്തികൾ അവർ ആഫ്രിക്കൻ പ്രദേശത്തെ അതിലേക്ക് അധിനിവേശം നടത്തുകയും അതുപോലെ തന്നെ കോളനിവൽക്കരണം അതായത് പിടിച്ചടക്കുവാൻ തുടങ്ങുകയും ഈ പ്രക്രിയക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് അവർ ശ്രമിച്ചു. ഇതിനെ എന്താണ് ആഫ്രിക്കൻ വിഭജനം അല്ലെങ്കിൽ ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റേസ് ഫോർ ആഫ്രിക്ക, ആഫ്രിക്കൻ വിഭജനം, സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് കൊളോണൈസേഷൻ ഇൻ അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളിൽ കൊളോണൈസേഷൻ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് ചൈനയുടെ കാര്യം എടുക്കുമ്പോൾ അതർ കൺട്രീസ് അല്ല, മറ്റു കോണ്ടിനെൻസിൽ കേട്ടോ, കൊളോണൈസേഷൻ ഇൻ അതർ കോണ്ടിനെൻറ്റ്സ്. ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചൈന എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് ഏരിയ ആയിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ മറികടന്നിട്ടുണ്ട്. ഇന്ത്യയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം. അവർക്ക് എന്തുവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇളവുകളൊക്കെ ലഭിച്ചിരുന്നു. ആർക്ക്? ചൈനയ്ക്ക്. ടെറിട്ടറീസ് കൺട്രോൾഡ് ബൈ എ ഫോറിൻ കൺട്രി. അവരുടെ ടെറിട്ടറി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോറിൻ കൺട്രി ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. ബട്ട് ചൈന മെയിൻറ്റെയിൻ സോവർണിറ്റി. പരമാധികാരം ചൈന നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്നു. ബട്ട് ഗേവ് ഓൾ കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ടു ദ ഡോമിനേറ്റിംഗ് പവർ. അതുപോലെ തന്നെ അവരുടെ ഡോമിനേറ്റിംഗ് പവർ കൊമേഴ്ഷ്യൽ റൈറ്റ്സ് അവരെ ഡോമിനേറ്റിംഗ് പവറിന് കൈമാറി നൽകി. ദെൻ ചൈന കൺസീഡഡ് ഇമ്പോർട്ടൻറ്റ് പോർട്സ് ടു UK ആൻഡ് USA. ചൈന എന്ത് ചെയ്തു, ചൈനയുടെ സുപ്രധാനമായിട്ടുള്ള പോർട്ടുകൾ ഒക്കെ എന്ത് ചെയ്തു, UKയ്ക്കും USAയ്ക്കും വിട്ടുകൊടുത്തു അല്ലെങ്കിൽ തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് കൊളോണൈസേഷൻ ആൻഡ് ഇമ്പീരിയലിസത്തിൽ മെയിനായിട്ട് പഠിക്കുവാനുള്ളത്. നിങ്ങളതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഞാനത് ഷോർട്ടായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.